അങ്ങനെ എമ്പുരാൻ കണ്ടു. ആദ്യമായിട്ടാണ് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് കിട്ടുന്നതിന് കുറച്ച് കഷ്ടപ്പാട് വേണ്ടി വന്നത്. പക്ഷേ സിനിമ കണ്ടപ്പോൾ അതെല്ലാം മാറി കിട്ടി. എമ്പുരാനെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ടെക്നിക്കലി വളരെ ബ്രില്യൻ്റായ ഒരു ഗംഭീര വിഷ്വൽസ് ഉള്ള, ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള, അത്യാവശ്യം മോശമല്ലാത്ത ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് കിടപിടിക്കുന്ന അതിഗംഭീരമായ ഒരു ഇന്ത്യൻ സിനിമയാണ്. കഥ പറഞ്ഞാൽ സ്പോയിലറായി പോവും എന്നതിനാൽ സിനിമയുടെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് അവലോകനം ചെയ്യാം. മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിനെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് ലാലേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് അതിഗംഭീരമാണ്. സിനിമ തുടങ്ങി 1 മണിക്കൂറാകുമ്പോഴാണ് ലാലേട്ടൻ വരുന്നത്. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത അതിഗംഭീര ഇൻട്രോ സീൻ. പൃഥ്വിരാജ് പറഞ്ഞത് വെറുതെ ആയിട്ടില്ല. കമ്പ്യൂട്ടർ ഗ്രാഫിക് പരമാവധി ഒഴിവാക്കി ഒറിജിനൽ വിഷ്വൽ ആണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനാലിറ്റി സിനിമയിലുടനീളം കാണാൻ കഴിയും. പൃഥ്വിരാജ് തൻ്റെ സംവിധാന മികവ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നു. മുരളി ഗോപിയുടെ തിരക്കഥയെ എഫക്റ്റീവായി അവതരിപ്പിച്ചിരിക്കുന്നു. കൂടാതെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യരുടെയും ടൊവിനോ തോമസിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അഭിമന്യു സിംഗിൻ്റെയും കൂടാതെ വിദേശ ആർട്ടിസ്റ്റുകളുടെയും പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് പൃഥ്വി ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ സുജിത്ത് വാസുദേവിൻ്റെ ക്യാമറ വർക്ക് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ദീപക് ദേവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയെ നന്നായി എലിവേറ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. എഡിറ്റിങ്ങും വളരെ മികച്ചതായിട്ടുണ്ട്. അതുപോലെ ആകെ 2 ആക്ഷൻ സീക്വൻസുകളാണ് സിനിമയിലുള്ളത്. രണ്ടും മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എങ്കിലും ആക്ഷൻ സീക്വൻസ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ലാലേട്ടൻ്റെ സ്റ്റീഫനായി വരുന്ന സമയത്തുള്ള ആ സീക്വൻസ് കാണുമ്പോൾ ആരും കൈയടിച്ചു പോകും. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. അതിനാൽ വിശദമായി പറയുന്നില്ല. ഈ സിനിമയെ നിങ്ങൾ ഒരിക്കലും ലൂസിഫറുമായി കമ്പയർ ചെയ്യരുത്. മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണെന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും. ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പല സിനിമകളും 100 കോടി, 200 കോടി, 500 കോടി, 600 കോടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും നടന്മാർക്കുള്ള പ്രതിഫലവും ബാക്കി കുറച്ചു ഭാഗം കമ്പ്യൂട്ടർ ഗ്രാഫിക്കായി മാറാറുണ്ട്. പക്ഷേ ഇതിൽ സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ CGI ഒഴിവാക്കിക്കൊണ്ടുള്ള സീനുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വിഷ്വൽസ് ഇതിൽ കാണാൻ പറ്റും. ഒരു ഹോളിവുഡ് സിനിമ കണ്ടിറങ്ങുന്ന പ്രതീതിയാണ് ഈ സിനിമ തരുന്നത്. ഉദാഹരണമായി ലാലേട്ടൻ്റെ ഇൻട്രോ സീനിൽ നമ്മൾ യുദ്ധഭൂമിയിൽ ഇരിക്കുന്നത് പോലെയാണ് തോന്നുക. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പൃഥ്വിരാജ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വില്ലനായി അഭിനയിച്ച അഭിമന്യു സിംഗിൻ്റെ കാര്യം നോക്കാം. ഇതൊട്ടും സ്പോയിലർ അല്ല കേട്ടോ. കാരണം സിനിമയുടെ ആരംഭത്തിൽ തന്നെ വില്ലൻ ആരാണ് എന്നുള്ളതിന് കൃത്യമായ സൂചനകൾ കാണിക്കുന്നുണ്ട്. അഭിമന്യു സിംഗിനെ നമ്മൾ പല തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗംഭീര പെർഫോമൻസ് കാണുന്നത് ഈ സിനിമയിലാണ്. ഈ സിനിമ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിലെ ആക്ഷൻ സീൻ ഒന്നുകൂടെ നന്നാക്കാമെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പാട്ടുള്ളത് കൊണ്ട് ആക്ഷൻ്റെ പഞ്ച് നമുക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് ആക്ഷൻ്റെ ശബ്ദവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ത്രില്ലാവുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഈ സിനിമയെ കാണാതിരിക്കാനുള്ള നെഗറ്റീവ് അല്ല കേട്ടോ. ഇത്രത്തോളം ടെക്നിക്കലി റിച്ചായ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. എന്തായാലും എമ്പുരാൻ ഇന്ത്യൻ സിനിമയെ ലോകോത്തര നിലവാരത്തിലെത്തിക്കുന്ന ഒരു അനുഭവമാണ്. നിങ്ങളിത് മിസ് ചെയ്യരുത്. ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്നതിനാൽ മികച്ച സൗണ്ട് ക്വാളിറ്റിയുടെ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം. എന്തുകൊണ്ടും ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന സിനിമയാണിത്. ഈ പറഞ്ഞതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്